നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, സേമിയ പായസം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാ സത്താൻ മെനു പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക. അപ്പോൾ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചവ്വരി, അതായത് ഞങ്ങൾ സാവുനരി എന്ന് പറയും. അപ്പോൾ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചവ്വരിക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ചവ്വരി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കുക. അതിനകത്തേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർക്കുക. അണ്ടിപ്പരിപ്പ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടൊന്നും ഡാർക്ക് കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു പിടി കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ രണ്ടും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം സേമിയ ചേർക്കുവാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി വറുത്ത സേമിയാണ്. അപ്പോൾ നിങ്ങൾ വറുക്കാത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഈ ഒരു കളർ വരെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് സേമിയ വറുത്തെടുക്കണം നെയ്യിൽ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി വറുത്ത സേമിയ ആയതുകൊണ്ട് ജസ്റ്റ് നെയ്യിലിട്ടിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ അത് നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ സേമിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് അങ്ങ് കറുത്ത് പോവാതെ നോക്കുക കേട്ടോ സേമിയയുടെ കളറ്. പിന്നെ നമ്മൾ വേറെ പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഏകദേശം 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക. നമുക്കിതിനാകെ 1 ലിറ്റർ പാൽ വേണം. അപ്പോൾ ഞാൻ ആദ്യം അതിന് 1/2 ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടായി വരണം. ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇത് നോക്കിക്കേ, നമ്മുടെ പാല് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, അതായത് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർക്കുവാണ്. അപ്പോൾ സേമിയ നെയ്യോടുകൂടി തന്നെ ചേർക്കുക കേട്ടോ. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത് നമ്മുടെ പായസത്തിന്. അപ്പോൾ സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സേമിയ നമ്മുടെ ഈ പാലിൽ കിടന്നിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും സേമിയ വേവിക്കാം. പക്ഷേ പാലിൽ കിടന്ന സേമിയ വേവുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി, അതായത് സാവുനരി കൂടെ ചേർക്കുവാണ്. അപ്പോൾ അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം, അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങ് പോകരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ എടുക്കുന്ന പാലിൻ്റെയും സേമിയയുടെയും പ്രപ്പോർഷനും കൂടെ കറക്റ്റായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം അങ്ങ് കട്ടിയായി പോകും നമ്മൾ വിളമ്പുന്നൊക്കെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് ഒരു നുള്ളു ഉപ്പാണ്. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സേമിയ ഏകദേശം ഒരു 1/4 വേവാവുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും സേമിയയും ചവ്വരിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പാല് കുറുക്കിയെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 150 ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടിന്നിൻ്റെ, ഞാൻ ഒരു ചെറിയ ടിന്നിൻ്റെ പകുതി 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ചേരുവ കൂടെ ചേർക്കുവാണ്. ബാദാമിൻ്റെ പേസ്റ്റാണ്. അതായത് ഞാൻ ഏകദേശം ഒരു 10-12 ബാദാം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അരച്ചെടുത്തത് ഞാൻ ഇതിനകത്തേക്ക് കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ആ ഒരു പായസത്തിന്. അപ്പോൾ ബാദാം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട്
അരച്ചെടുത്ത് ചേർത്താലും മതിയാവും. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ പായസത്തിന്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിൽക്ക് മെയ്ഡിനകത്ത് മധുരം ഉണ്ടാവും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഇപ്പം ഞാൻ ആകെ ഈ പായസത്തിൽ ഏകദേശം ഒരു 1/4 മുതൽ 1 കപ്പോളം ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഒരു 1/2 ലിറ്റർ പാലും കൂടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ പാലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാല് വീണ്ടും നമ്മൾ ചേർക്കുന്ന സമയത്ത് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, പഞ്ചസാര മതിയായില്ല എന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരാളുടെ താല്പര്യം പോലെ ഇരിക്കും. അപ്പോൾ പാലിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, പാലിൻ്റെ സേമിയയുടെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം കട്ടിയായി പോവും. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ മധുരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ പാലും സേമിയൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതേപോലെ ബാദാമിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അത് നോക്കിക്കാൻ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണമാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഫ്ലേവർ, ബാദാമിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ പായസത്തിനകത്തുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഏലക്കായ് പൊടിച്ച് ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ഏലക്കായ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. സേമിയ പായസം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അല്ലേ, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റിൽ പറയുക. വീഡിയോ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.